ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡെസിമൽസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 10th പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 0.02 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 എത്രയാണ്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 3 ഡെസിമൽ നമ്പേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ്? 0.02, 0.4, 0.1. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൽ പോയിന്റ് ഇല്ലാതിരുന്നാൽ ഇത് ഏത് നമ്പർ ആവും നോക്കിക്കേ. 002 അല്ലെ. പോയിന്റ് ഇല്ലെങ്കിൽ 002, ദാറ്റ് മീൻസ് എന്താണ്? 2 ആണ്. 0.4 പോയിന്റ് ഇല്ലെങ്കിൽ അത് 04 എന്ന് വരും. 04 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അതുപോലെ 0.1 പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക, 01, ദാറ്റ് ഈസ് 1. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 1 ആൻസർ 8 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത്, ഇനി എത്ര ഓരോ നമ്പറിലും എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ നമ്പർ 0.02 നമുക്ക് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. രണ്ടാമതെന്ന നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. മൂന്നാമതെന്നതിലും ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ആയി? 2 + 1 + 1 4 ആയി അല്ലെ. 4 ഡെസിമൽ പ്ലേസസ് ആയി. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി നമ്മുടെ ആൻസർ 8 ആണ്. ഇനി ഈ ഡെസിമൽ പോയിന്റും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ സാധാരണ ഒരു നമ്പർ എഴുതിയാൽ പോയിന്റ് എവിടെയായിരിക്കും കിടക്കുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 11 എന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പൊ ആ നമ്പറിന്റെ പോയിന്റ് എവിടെയായിരിക്കും കിടക്കുക എന്നറിയാവോ? എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും പോയിന്റ് കിടക്കുക. കാരണം 11 പോയിന്റ് എത്ര 0 ഇട്ടാലും നമ്മൾ ആ നമ്പറിനെ 11 എന്നേ വായിക്കത്തുള്ളൂ അല്ലെ. ഇപ്പൊ 22 അല്ലെങ്കിൽ 23 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിന്റെ പോയിന്റ് എവിടെയായിരിക്കും കിടക്കുക? ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 3ക്ക് ഫ്രണ്ടിലായിട്ട് കിടക്കും. അത് 3ക്ക് റൈറ്റ് സൈഡിൽ കിടക്കും. അപ്പൊ 23 പോയിന്റ് എത്ര 0 ഇട്ടാലും നമ്മൾ അതിനെ എങ്ങനെ വായിക്കുക? 23. അപ്പൊ ഒരു നമ്പർ എഴുതിയിരുന്ന അതിന്റെ പോയിന്റ് എവിടെയാ കിടക്കുക? ഏറ്റവും ലാസ്റ്റ്. അപ്പൊ പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ പോയിന്റിന് എത്ര പ്ലേസ് ലെഫ്റ്റിലോട്ട് ചാടണം? 4 പ്ലേസ് ലെഫ്റ്റിലോട്ട് ചാടണം. അപ്പൊ 4 പ്ലേസ് ലെഫ്റ്റിലോട്ട് ചാടുമ്പോൾ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുവാണ്. അപ്പൊ 8 ഒരു പ്ലേസ് ആണ് ഓൾറെഡി. ഓക്കെ അല്ലേ. ഇനി ബാലൻസിന് എത്ര സ്റ്റെപ്പ് ചാടാനുണ്ട്? 3 സ്റ്റെപ്പ് ചാടണം അല്ലെ. ദാറ്റ് മീൻസ് 3 സ്റ്റെപ്പ് ചാടാൻ ഇവിടെ ഡിജിറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഡിജിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 3 പ്ലേസിലും എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റ് ഇത് നേരെ എങ്ങോട്ട് എത്തും? 4 പ്ലേസ് കഴിഞ്ഞ് എവിടെ വരും? ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ഇരുന്ന പോയിന്റ് ആണ് എവിടെ എത്തിയത്? ഇവിടെ എത്തിയത് അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ എന്താ വന്നേന്ന് നോക്കി. പോയിന്റ് അങ്ങ് പോയി കഴിഞ്ഞു. പോയിന്റ് ചാടി ലെഫ്റ്റിലോട്ട് 4 പ്ലേസ് കഴിഞ്ഞ് പോയി. അപ്പൊ ആൻസർ 0. എത്ര 0 ഉണ്ട് 8ന്റെ ഇടയിൽ? 3 0 ഉണ്ട്. ഓക്കെ അല്ലേ. പിന്നെ 8. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ക്ലിയർ അല്ലേ. അപ്പം തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൽ പോയിന്റ് ഇല്ലാതെ ആ നമ്പേഴ്സ് എടുത്ത് പ്രോഡക്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അത്രയും പ്ലേസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്നും കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.